നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയ കാലം തൊട്ടേയൊക്കെ നമ്മൾ OCA എന്ന് പറയുന്നൊരു വിഷയം എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇപ്പം OCA കൊണ്ടുണ്ടാകാൻ പോകുന്ന ഇന്ത്യൻ ഫുട്ബോളിനുണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ OCAയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ്, അതിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ്, ഈ ഒറിജിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് മറ്റ് ഫുട്ബോൾ നേഷൻസിനൊക്കെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പലതരം വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മടുത്ത് നിർത്തിയതാണ്. കാരണം അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാർലമെൻറ്റിൽ ഒരു പ്രയോറിറ്റി ആയിട്ടൊക്കെ വരുന്നു, അതും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടല്ല, ഒരു തേർഡ് ഓർ ഫോർത്ത് പ്രയോറിറ്റി ആയിട്ടൊക്കെ വരുന്നു. അപ്പോൾ അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടൊക്കെ വന്ന് പാസ്സായാൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ. അപ്പം അതാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ മറ്റോ ആണെന്ന് തോന്നുന്നു ആ ഒരു വിഷയം സംസാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്, സ്പോർട്സ് മിനിസ്ട്രി സ്പോർട്സ് എക്കോസിസ്റ്റത്തിനെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു കാര്യം പരിഗണിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഫുട്ബോൾ, ടെന്നീസ് പോലെയുള്ള ഗെയിമുകളിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും എന്താണ് OCA എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി പല വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇവർ ഇപ്പം നമ്മളെപ്പോലെ ഇന്ത്യൻ പൗരന്മാരല്ല, വോട്ടവകാശമുള്ള പൗരന്മാരല്ല എന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഉള്ള പല ആനുകൂല്യങ്ങളും ഉള്ളവരാണ് അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് അവർക്ക് എപ്പം വേണമെങ്കിലും ഇന്ത്യയിൽ വരാം, ഇന്ത്യയിൽ പ്രോപ്പർട്ടീസ് വാങ്ങാൻ, പ്രത്യേകിച്ച് വീട് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ജോലി ചെയ്യാൻ പറ്റും, അത് ഹാഫ് ഗവൺമെൻറ് സെക്ടറിലൊക്കെ പറ്റും, അല്ലാണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ അങ്ങനെ പറ്റില്ല. പിന്നെ എഡ്യൂക്കേഷൻ നടത്താനുള്ള സൗകര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എടുക്കാനോ അങ്ങനെയൊന്നും വലിയ നൂലാമാലകളൊന്നുമില്ല. പിന്നെ എത്ര നാൾ വേണമെങ്കിലും ഇന്ത്യയിൽ ജീവിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്. എന്താണെങ്കിലും ഈ OCA നിയമം അല്ലെങ്കിൽ PAO നിയമം എടുത്ത് മാറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു ബാൻ വരുന്നത് 2008-ലാണ്. അതിന് മുമ്പ് വരെ പല സ്പോർട്സ് മേഖലകളിൽ, പ്രത്യേകിച്ച് ടെന്നീസ് പോലെയുള്ള ഗെയിമുകളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സ്പോർട്സ് മിനിസ്ട്രി ഇങ്ങനത്തെ ഒരു കാര്യം പരിഗണിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ ഫുട്ബോളിനെയും അല്ലെ ടെന്നീസിനെയും ഒക്കെ എടുത്തു പറയുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലെവലിൽ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നത് എന്നുള്ളതും അറിയില്ല. എങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് എന്നുള്ളതേ നമുക്കിപ്പം പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് നടക്കും, അല്ലെങ്കിൽ ഈ വർഷം അങ്ങ് നടക്കും എന്നുള്ള കാര്യം ആരും ചിന്തിക്കരുത്. പക്ഷേ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം അവിടെ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. സാധാരണ പറയുന്ന പോലെയല്ല. പറഞ്ഞ പോലെ മിനിസ്ട്രിയൊക്കെ തന്നെ അതിങ്ങനെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് പോലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു തരത്തിലേക്ക് എത്തുമെന്ന് പോലും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ടെന്നീസ് ഫെഡറേഷനും അതുപോലെ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെയാണ് കാര്യമായിട്ട് തന്നെ ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് മുമ്പേ വാർത്തകളുണ്ടായിരുന്നു. അതിലിപ്പം ടെന്നീസിൽ ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വിജയ് അമൃതരാജ് എന്ന് പറഞ്ഞ ടെന്നീസ് ലെജൻഡ്, അദ്ദേഹത്തിൻ്റെ മകൻ പ്രകാശ് അമൃതരാജ്, അദ്ദേഹം ഒരു ടെന്നീസ് പ്ലെയർ തന്നെയായിരുന്നു. ഇപ്പം ഈ ഒരു OCA കാരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം OCA ഹോൾഡറാണ്. ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ടെന്നീസിൽ ഇങ്ങനെയുള്ളൊരു സാധ്യത വളരെ വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഫുട്ബോളിൽ നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫുട്ബോളിൽ ഒറിജിൻ പ്ലെയേഴ്സ് കഴിഞ്ഞപ്പോൾ നാച്ചുറലൈസ്ഡ് പ്ലെയേഴ്സിനെ വരെ ഏഷ്യൻ ലെവലിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പിന്നിൽ കിടന്നിരുന്ന പല രാജ്യങ്ങളും മുന്നിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. അപ്പം ആ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ OCAയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതും പല ടോപ്പ് ലെവലിൽ കളിക്കുന്ന താരങ്ങളും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തി. അതുമാത്രമല്ല, ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, കോടിക്കണക്കിന് ആളുകളാണ് പല രാജ്യങ്ങളിലായിട്ടൊക്കെ ഉള്ളത്. അപ്പം അതിലെത്ര OCA കാർഡ് ഹോൾഡേഴ്സ് ഉണ്ടാകും, അതിലെത്ര പേര് പ്രൊഫഷണലായിട്ട് ഫുട്ബോളിലേക്ക് എത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റൂൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ OCA കാർഡ് എടുത്ത് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ടാകും. അപ്പം അങ്ങനത്തെ ഒരു സാധ്യത ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും അതൊരു ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൂസ്റ്റായിട്ട് തന്നെ വരുമെന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കേട്ടത് ഒരു പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ്. അതിനി നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് അത് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ്. നടക്കട്ടെ, അത്ര തന്നെയൊക്കെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു വാർത്ത വന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസിലാൻ കാണിക്കാം. ഞാൻ ഷാൻ സനിയ.